എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. CI നമ്മുടെ സാർ, എന്താണ് നമുക്ക് പ്രാഥമികമായിട്ട് ലഭിക്കുന്നത്? ബാക്കി കാര്യങ്ങൾ അറിയാൻ പറ്റത്തില്ല, നോക്കിയാലേ അറിയാൻ പറ്റത്തില്ല. വീട്ടുകാരെ നമ്മൾ കസ്റ്റഡിയിലായിട്ട് കൊണ്ടുപോയിട്ട്. ഈ കുഞ്ഞ് കിടന്നിരുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെയാണ്? അവരൊരുമിച്ച് റൂമിൽ കിടന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തീ ഉണ്ടായി എന്ന് പറയുന്നത് സഹോദരൻ കിടന്നത് അത് അകത്ത് വേറെ റൂമിലാണ്, സഹോദരൻ കിടന്ന് പറഞ്ഞ റൂമിലാണ് തീ ഉണ്ടായെന്ന് പറയുന്നത്. ഇതുവരെയുള്ള നമുക്ക് തോന്നുന്നുണ്ടോ സാർ? ഇതുവരെയുള്ളത് നമുക്കത് ഇനി ബാക്കി കാര്യങ്ങൾ നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടൊരു നിഗമനത്തിലെത്താം. സ്വന്തമായി പോയി വീടാനുള്ള സാധ്യത കുറവാണ്. കൊലപാതക സാധ്യത തന്നെയാണ് അന്വേഷിക്കുന്നത്. ഒന്നും പറയാൻ പറ്റത്തില്ല. 3 പേരും കസ്റ്റഡിയിലുണ്ട്. കാലത്തായിട്ട് കുട്ടിയുടെ അച്ഛനും അമ്മ, പിന്നെ ഒരു സഹോദരനുണ്ട്, അമ്മയുടെ സഹോദരൻ. ഇത്രയും പേരാണ് നമ്മൾ ഇത്രയും പേരാണ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. നേരിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം കുട്ടി നേരിട്ട് കിണറിൽ വീഴാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഈ നെയ്യാറ്റിൻകര CI ആണ് സംസാരിച്ചത്. ഈ CI പറയുന്നതും ഇത് തന്നെയാണ്. കുഞ്ഞിന്റെ അച്ഛൻ, അമ്മ, അമ്മാവൻ എന്നിവർ ഈ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ വീടിന്റെ ഒരു മുറിയിൽ, നേരത്തെ മറ്റൊരു മുറിയിൽ ഒരു തീ കത്തുന്നതായി കണ്ടിരുന്നു. ഇത് അമ്മാവന്റെ മുറിയിൽ നിന്നായിരുന്നു തീ ഉയർന്നിരുന്നത്. പിന്നീട് ആണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള വിവരം അമ്മ അറിയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കുടുംബത്തിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതോ അത് തന്നെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ഈ വീട് എന്ന് പറയുന്നത്. ഈ വീടിന് സമീപത്ത് നിരവധി ആളുകൾ ഇപ്പോൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ചേച്ചിയൊക്കെ ഇവിടെ തന്നെയാണോ? എന്ത് സംഭവിച്ചു എന്നാ മനസ്സിലാക്കുന്നത്? എന്തായാലും ഈ സമീപത്ത് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഈ നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. എന്തിനു വേണ്ടി കൊലപ്പെടുത്തി, എങ്ങനെ കൊലപ്പെടുത്തി എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. അത്തരം അന്വേഷണമാണ് ഉള്ളത്. ഇപ്പോൾ 3 പേരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. കുട്ടിയുടെ അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ അമ്മാവൻ എന്നിവരെയാണ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. നിങ്ങളൊക്കെ ഇവിടുത്തുകാർ തന്നെയാണോ? അല്ല, അടുത്തുള്ള എന്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാൻ 5:30 മണിയായപ്പോൾ ഞാൻ റോഡിൽ കയറപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ള ഒരു നിലവിളി കേട്ടു. ഇവിടെ വന്ന് നോക്കിയപ്പോൾ പിന്നെ ഈ മാമൻ കിടന്ന റൂമിൽ മണ്ണെണ്ണ വീഴ്ച തീ കത്തിയിട്ടുണ്ട്. അവിടെ പിന്നെ ഉടനടി തന്നെ നശിപ്പിച്ചു. അവൾ പറയുന്നത്, ഞാൻ ബാത്റൂമിൽ പെയ്യാനിടയിൽ കതവ് തുറന്നിട്ടിട്ട് ബാത്റൂമിൽ പോയപ്പോൾ പിന്നെ അതിനുശേഷം അവൾ ഇവിടെ ഓടി വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഈ തീ കത്തുന്നത് അതിന് മുൻപാണോ? ഈ കുഞ്ഞിനെ കാണാനില്ലാത്തതിന് മുൻപാണോ? കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തീ കത്തിയത്. അവിടെ തീ കത്തിയതെന്ന് പറയണ, അല്ലെ ഞാൻ കണ്ടില്ല. അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടതിന് മുമ്പ് അവരുടെ നിലവിളി കേട്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോയത്. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഇവിടെ കംപ്ലീറ്റും ഒക്കെ അന്വേഷിച്ചിട്ട് ഇവിടെ ഒരിടവുമില്ല. കിണറ്റിൽ ടാർച്ചടിച്ച് നോക്കിയപ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇവിടെ പിന്നെയാണ് പോലീസ് വന്ന് ആളെ കൂടിയപ്പോൾ അവരുടെ നിഗമനത്തിലായി. പിന്നെ അവർ പരിശോധന തുടങ്ങി, എല്ലാം ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുഞ്ഞിനിപ്പോ 2.5 വയസ്സാണ് പ്രായം? 2.5 വയസ്സ്. ഈ ഒറ്റ കുഞ്ഞുള്ളവർക്ക്? ഇല്ല, 2 കുഞ്ഞുണ്ട്. ഒന്നിന് 6 വയസ്സായി. 6 വയസ്സ്. ഇത് ഇളയ കുഞ്ഞാണ്. ഇപ്പൊ ഈ വീട്ടിൽ ആ സമയത്ത് ഈ അച്ഛനും അമ്മയും മുത്തശ്ശിയും അമ്മാവനുമാണ് ഉണ്ടായിരുന്നത് അല്ലേ? പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്നത് ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും. കൊച്ചിൻ്റെ അച്ഛൻ ഇന്നലെ രാത്രി വന്നതാണ്. ഇന്ന് സഞ്ചാന്യമായതുകൊണ്ട് ഇന്നലെ രാത്രി വന്നതാണ്. പിന്നെ കൊച്ചിൻ്റെ അമ്മച്ചി, പിന്നെ കൊച്ചുകുഞ്ഞ്, അവർ സഹോദരനുമുണ്ട്. അങ്ങനെ കൊണ്ടുവന്ന. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടോ? എനിക്കറിയില്ല. അവരുടെ സംഭവങ്ങളുണ്ടോന്ന് എനിക്കറിയത്തില്ല.
ധന്യ, ഇതാണ് ഈ പുലർച്ചെ ഒരു നിലവിളി കേട്ടാണ് ആളുകൾ പോകുന്നത്, ഈ വീടിന് സമീപത്തേക്ക് പോകുന്നത്. അപ്പോഴാണ് കുഞ്ഞിനെ കാണാനില്ല എന്ന കാര്യം പറയുന്നത്. 5 മണിവരെ ഈ കുഞ്ഞിനെ കണ്ടിരുന്നു. അതായത് 5 മണിക്ക് പുലർച്ചെ അമ്മ എഴുന്നേൽക്കുമ്പോൾ ഈ കുഞ്ഞ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന അമ്മ നിലവിളിക്കുന്നത്. നാട്ടുകാർ ആദ്യം വലിയ രീതിയിൽ തെരച്ചിൽ നടത്തി. അന്ന് ആ സമയത്ത് ടോർച്ചടിച്ച് കിണറ്റിലേക്ക് നോക്കുകയും ചെയ്തു. പക്ഷേ ഈ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് പോലീസ് എത്തി. അങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം വീടിന് തൊട്ട് അപ്പുറത്തുള്ള കിണറിൽ കണ്ടെത്തുന്നത്. അങ്ങനെ പിന്നീട് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഈ കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കൊലപാതകമാണ് എന്നുള്ളതിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം ഒരു സ്വാഭാവികമായി ഈ 2.5 വയസ്സുള്ള കുട്ടി ഈ പുറത്തേക്ക് തനിയെ വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. ഈ 3 അടിയോളം ഉയരമുള്ള കിണറിലേക്ക് ചാടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇത് കൊലപാതകമാണ്. അത് ആര് നടത്തി, എന്തിനു നടത്തി എന്നുള്ളതാണ് ഇനി കണ്ടെത്തേണ്ടത്. ഇത് ഈ വീടിനകത്ത് തന്നെ തീപിടുത്തമെന്ന് പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, പക്ഷെ കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം കിട്ടിയില്ലെന്ന് തോന്നുന്നു. ഈ തീപിടുത്തം എപ്പോഴാണ് ഉണ്ടായത്, എങ്ങനെ തീപിടിച്ചു എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ കുഞ്ഞിനെ കാണാതായ വിവരം ഈ തീപിടുത്തത്തിന് ശേഷമാണോ ഇവർ മനസ്സിലാക്കുന്നത്? ഈ കുഞ്ഞിനെ ലഭിച്ചിരിക്കുമ്പം ഈ ഡെഡ് ബോഡി കിട്ടിയ സമയത്ത് ഇത്തരത്തിൽ എന്തെങ്കിലും തീപ്പൊള്ളൽ ഉള്ളതായിട്ട്, ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ ഇല്ലെങ്കിൽ പൊള്ളലോ ഉള്ളതായിട്ട് അറിഞ്ഞിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ ഇതുവരെ ഇല്ല തന്നെ. അതായത് ഈ കുട്ടിയെ കാണാതാവുന്നതിന് കുറച്ച് സമയം മുൻപാണ് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത്. അത് ഈ അമ്മാവന്റെ മുറിയിൽ വെച്ചാണ്, അതായത് അമ്മയുടെ സഹോദരന്റെ മുറിയിൽ വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് ഉടൻ തന്നെ ആ തീ അണയ്ക്കുകയും ചെയ്തു. പിന്നീട് അമ്മ ഈ കുഞ്ഞുമായി ഈ കുഞ്ഞിനെ വെച്ച് ബാത്റൂമിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഈ കുഞ്ഞിനെ കാണാനില്ല എന്ന വിവരം അമ്മ അറിയുന്നതും അമ്മ അലമുറയിട്ട് കരയുന്നതും. ഇപ്പോൾ എന്തായാലും അത്തരം വിവരങ്ങൾ, കുഞ്ഞിന്റെ ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇനി അറിയേണ്ടതുണ്ട്. ഈ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേസ് അന്വേഷണം എന്ന നിലയ്ക്ക് ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അത് ഈ കുഞ്ഞിന്റെ അമ്മയെയും അച്ഛനെയും അമ്മാവനെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഈ ചോദ്യം ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അത്തരം നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇൻക്വസ്റ്റ് നടപടികൾക്കായി പോലീസ് നടത്തുന്ന പ്രവർത്തനങ്ങളാണ്. ധന്യ.